പുതിയൊരു വാർത്ത വന്നിട്ടുണ്ട്. നമ്മളുടെ പെൺകുട്ടികൾക്ക് 3 ദിവസത്തെ ആർത്തവ അവധി പ്രഖ്യാപിച്ചുകൊണ്ട് നമ്മുടെ സർക്കാരിൻ്റെ പുതിയൊരു നയമാണ്. എനിക്കതിനോട് യോജിപ്പാണുള്ളത്. ഞാൻ ഇതിനു മുമ്പും ഈ ആർത്തവ ദിനങ്ങളിൽ സ്ത്രീകൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളൊക്കെ പുരുഷന്മാരൊന്നും മനസ്സിലാക്കിയിരുന്നെങ്കിൽ എന്നൊക്കെ പറഞ്ഞിട്ട് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. കാരണം ഓരോ സ്ത്രീയും ആ സമയത്ത് കടന്നു പോകുന്നത് വലിയ മാനസിക സംഘർഷത്തിലൂടെയാണ്. പ്രത്യേകിച്ച് സ്കൂളിൽ പഠിക്കുന്ന പെൺകുട്ടികളൊക്കെ ഈ ഹോർമോൺ വ്യത്യാസം കൊണ്ട് അവർക്ക് ദേഷ്യം വരികയും വയറുവേദന അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള ഒരുപാട് ബുദ്ധിമുട്ടുകൾ, പിന്നെ ഈ പാട് ചേഞ്ച് ചെയ്യുന്ന ഒക്കെ ഒരു ദുരിതം പിടിച്ച കാര്യമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ യാത്ര ചെയ്യുന്നത് ഓരോരുത്തർക്കും ഓരോ രീതിയിലാണ് ശാരീരികാവസ്ഥയുള്ളത്. എല്ലാവരുടെയും ഒരുപോലെ ആയിരിക്കണം എന്നില്ല. ചിലർക്ക് ഒരു പെയിനും ഇല്ലാത്ത ആളുകളുണ്ട്. അപ്പോൾ സർക്കാർ പറഞ്ഞത് ആവശ്യമെങ്കിൽ നിങ്ങൾക്ക് 3 ദിവസം വരെ അവധി പ്രഖ്യാപിച്ചിരിക്കുന്നു. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ അവധി എടുക്കാം. ആരെയും നിർബന്ധിച്ച് നിങ്ങൾ പീരിയഡ്സ് ആയതുകൊണ്ട് നിങ്ങൾ 3 ദിവസം അവധി എടുത്തേ മതിയാകൂ എന്നൊന്നും ആരും പറഞ്ഞിട്ടില്ല. നിങ്ങൾക്ക് അങ്ങനെ ശാരീരികമായ ബുദ്ധിമുട്ടുകളുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവധി എടുക്കുക, അതിന് പ്രശ്നമില്ല എന്ന് പറഞ്ഞ് ഒരു നയം കൊണ്ടുവരുമ്പോൾ അത് സ്വാഗതാർഹമായിട്ടാണ് എനിക്ക് തോന്നിയത്. എന്നാൽ എനിക്ക് വിചിത്രമായി തോന്നിയത് നമ്മളുടെ പഴയ DGP ശ്രീരേഖ മാഡം പറഞ്ഞിരിക്കുന്നത് ഇതൊക്കെ നാണക്കേടല്ലേ പുറത്തറിയുന്നത് കൊണ്ട് എന്നൊക്കെ പറഞ്ഞ ഒരു വിചിത്രമായ ഒരു വാദം ഞാൻ കേട്ടു. എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അത്ഭുതമാണ് തോന്നിയത്. ഇവരെപ്പോലെയൊക്കെ സമൂഹത്തിൽ ഇപ്പം മാഡം BJPയുടെ നേതാവാണ്. സമൂഹത്തിൽ ഇത്രയും എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആളുകളൊക്കെ എങ്ങനെ ഇങ്ങനെ പറയുന്നതെന്ന് ഞാൻ ചിന്തിച്ചു. കാരണം ഇത് നാണക്കേടാണോ? ഇതെവിടെയാണ് നാണക്കേടാകുന്നത്? ആ കാലഘട്ടമൊക്കെ എന്നേ കഴിഞ്ഞിരിക്കുന്നു. ഇപ്പം ആൺകുട്ടികളും പെൺകുട്ടികളും എല്ലാവരും ഇതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുകയും ഒക്കെ ചെയ്യുന്ന ഒരു കാലം നമ്മൾ എത്രയോ മാറിയിരിക്കുന്നു അല്ലേ? ഇപ്പോഴും നമ്മൾ ആ പഴയ നൂറ്റാണ്ടിൽ ഇതൊക്കെ നാണക്കേടായിട്ട് വിചാരിക്കുന്നതിനെക്കുറിച്ച് എനിക്ക് ചിന്തിക്കാൻ പറ്റത്തില്ല. പിന്നെ എനിക്ക് മാഡം പറഞ്ഞതിൻ്റെ അകത്ത് എനിക്ക് ഇഷ്ടപ്പെട്ടൊരു കാര്യം എന്ന് പറഞ്ഞാൽ സ്കൂളുകളിലൊക്കെ വൃത്തിയുള്ള ബാത്റൂമും നാപ്കിൻ ഡിസ്പോസ് ചെയ്യാനുള്ള സംവിധാനമൊക്കെ ഒരുക്കുന്നതിനെക്കുറിച്ച് മാഡം പറയുന്നുണ്ട്. അതൊക്കെ നല്ല കാര്യം തന്നെയാണ്. പക്ഷേ ഇത് നാണക്കേടായിട്ട് മറ്റുള്ളവർ അറിയുന്നതിനെക്കുറിച്ച്, ഇത് മറ്റുള്ളവർ അറിഞ്ഞാൽ എന്താ ഇപ്പോൾ പ്രശ്നം എന്ന് ഞാൻ ആലോചിക്കുന്നത്. എനിക്കതിനകത്ത് മനസ്സിലാകുന്നില്ല. അതുകൊണ്ട് എനിക്ക് ഈ ഒരു നയത്തോട് ഭയങ്കര യോജിപ്പാണ്. എല്ലാ പെൺകുട്ടികൾക്കും ഇത് ഉപകാരമാകുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്.